സുഹൃത്തുക്കളെ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കൊല്ലവർഷ കലണ്ടർ അനുസരിച്ച് മലയാള മാസം ചിങ്ങം 1 പുതുവർഷമായിട്ടാണ് നമ്മൾ കണക്കാക്കി പോരുന്നത്. 2024 ഓഗസ്റ്റ് 14 തീയതി, അതായത് കർക്കിടകം 32 വെള്ളിയാഴ്ച വൈകുന്നേരമാണ് സൂര്യൻ ചിങ്ങരാശിയിലേക്ക് സംക്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 17 ശനിയാഴ്ച നമ്മൾ 1 തീയതിയായിട്ട് ആചരിക്കുന്നു. പുതുവർഷ ആരംഭത്തിൽ ശനി കുംഭരാശിയിൽ പൂരുട്ടാതി നക്ഷത്രത്തിൽ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യാഴം ഇടവരാശിയിൽ രോഹിണി നക്ഷത്രത്തിലൂടെയും സഞ്ചരിക്കുന്നുണ്ട്. ഇതര ഗ്രഹങ്ങളുടെ സഞ്ചാരഗതിയെ കുറിച്ച് വിശദീകരിക്കുന്നില്ല. നിലവിലെ ഈ ഒരു ഗ്രഹനിലയെ മുൻനിർത്തി 1200 ആണ്ട് കൊല്ലവർഷം അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അവരുടെ ഭാവി ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വരുന്ന ഒരു വർഷം അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സൗഭാഗ്യങ്ങൾ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. ഈ ഒരു വർഷം പല വിധത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണപ്പെടുന്നതാണ്. ദീർഘകാലമായിട്ട് അവരുടെ മനസ്സിൽ കൊണ്ടു നടന്ന പല ആഗ്രഹങ്ങളും ഈ ഒരു വർഷത്തിൽ അവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ്. അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവരുടെ പ്രവൃത്തികളിൽ നിന്ന് പലവിധ ലാഭവും നേട്ടവും ഇവർക്ക് ഈ വർഷത്തിൽ പ്രതീക്ഷിക്കാം. അതുപോലെ ദീർഘകാല അടിസ്ഥാനത്തിലേക്ക് സാമ്പത്തികമായ നിക്ഷേപം ഈ വർഷത്തിൽ ഇവർക്ക് നടത്തുവാൻ സാധിക്കും. മാതാവ്, പിതാവ്, ഗുരുജനങ്ങൾ തുടങ്ങിയവർക്ക് ആരോഗ്യവും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ്. കുടുംബത്തിൽ മുതിർന്നവർക്ക് അലട്ടിയിരുന്ന അസുഖങ്ങൾക്ക് ഇറക്കം ലഭിക്കുന്നതാണ്. അതുപോലെ പരമ്പരാഗതമായി കൈമാറി വന്ന പല വസ്തുക്കളുടെയും ഉടമസ്ഥാവകാശം ഇവരിലേക്ക് കൈവന്നു ചേരുന്നതാണ്. ഭൂമി, ഗൃഹം, വാഹനം തുടങ്ങിയവ വാങ്ങുന്നതിലേക്കായുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. ഈശ്വരീയമായ പ്രവൃത്തികളിലേക്ക് അല്ലെങ്കിൽ ഈശ്വരീയ കർമ്മങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ ദൈവാധീനത്തിൽ ജീവിതത്തിൽ പല ഭാഗ്യാനുഭവങ്ങളും ഇവരെ തേടി വരുന്നതാണ്. കുടുംബജീവിതത്തിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠന നേട്ടം കൈവരിക്കും. അവരാഗ്രഹിച്ച കോഴ്സുകളിലേക്ക് തന്നെ ഉപരിപഠനത്തിന് ചേരുവാനും സാധിക്കുന്നതാണ്. അതുപോലെ തൊഴിൽ രംഗത്ത് ഒരു സ്ഥാനക്കയറ്റവും സ്ഥിരതയും ഇവർക്ക് കൈവരിക്കുവാൻ സാധിക്കും. തൊഴിൽ ഒന്നുമാകാത്തവർക്ക് നിയമനങ്ങൾ ഉണ്ടാകുന്നതാണ്. വരുമാന സ്രോതസ്സുകൾ എന്നിവയിൽ വർധനവുണ്ടാകുന്നതാണ്. ബിസിനസ്, കൃഷി എന്നിവയിൽ നിന്ന് വളരെയധികം ലാഭം ഇവർക്ക് ഈ ഒരു വർഷത്തിൽ പ്രതീക്ഷിക്കാം. ദീർഘകാലമായി മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും ഏറ്റെടുത്ത് പൂർത്തീകരിക്കുവാൻ അശ്വതി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. പുതുവർഷം ആരംഭവും പുതുവർഷ മധ്യവും ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്രതീക്ഷിത നേട്ടങ്ങൾ പല മാർഗേന ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതുമാണ്. ഭരണി നക്ഷത്രക്കാരിലേക്ക് വരുമ്പോൾ പോയ വർഷം വന്നു ചേർന്ന ദുരിതങ്ങളിൽ നിന്ന് ഒരു മുക്തി അല്ലെങ്കിൽ ഇറക്കം നേടുന്ന വർഷമാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. വർഷ ആരംഭത്തിൽ തന്നെ ജീവിതത്തിൽ ഞെട്ടിക്കുന്ന പല സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരുന്നതാണ്. ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥിതി ഉള്ളതുകൊണ്ട് തന്നെ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ്. ഈ ഒരു വർഷത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന ഏതൊരു മേഖലയിൽ നിന്നും വൻ വിജയങ്ങൾ കീഴടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറച്ചധികം കാലങ്ങളായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന പല പ്രയാസങ്ങളിൽ നിന്നും അത്ഭുതകരമായ മോചനം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷകളിൽ ഉന്നതമായ വിജയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ തുടർ പഠനത്തിനും ബുദ്ധിമുട്ട് നേരിടേണ്ടി വരില്ല. ആഗ്രഹിച്ച കോഴ്സുകൾ തന്നെ എടുത്ത് പഠിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ബിസിനസ്, തൊഴിൽ എന്നിവയിലൂടെ ധനവർദ്ധനവ് കൈവരുന്നതാണ്. ദീർഘകാലമായിട്ട് ബിസിനസ്, സംരംഭങ്ങൾ തുടങ്ങിയവ ആരംഭിക്കാനായിട്ടിരിക്കുന്നവർക്ക് അതിന് ഈ ഒരു വർഷത്തിൽ അനുമതികൾ ലഭിക്കുന്നതാണ്, അതിന് സാധിക്കുന്നതാണ്. അതുപോലെ പ്രവർത്തന മേഖലയിൽ കൂടുതൽ അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ്. പ്രവർത്തന മണ്ഡലം എന്തു തന്നെയായിരുന്നാലും നിങ്ങളുടെ കഴിവ് അവിടെ അംഗീകരിക്കപ്പെടുകയും അർഹമായ അംഗീകാരങ്ങൾ നിങ്ങളെ തേടി വരികയും ചെയ്യുന്നതാണ്. തൊഴിലിന്റെ ഭാഗമായി ജന്മനാട്ടിൽ നിന്ന് അകന്നു മാറി താമസിക്കുന്നവർക്ക് നിങ്ങളുടെ ജന്മനാട്ടിലേക്ക് തന്നെ സ്ഥലം മാറ്റം ലഭിക്കുന്നതാണ്. വിദേശത്തൊക്കെ ജോലിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവർക്ക് ജന്മനാട്ടിലേക്ക് മടങ്ങി വരുവാനുള്ള അവസരം ലഭിക്കുന്നതാണ്. വിവാഹ കാര്യത്തിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. ഈ ഒരു വർഷത്തിൽ തന്നെ നിങ്ങളുടെ വിവാഹമൊക്കെ ഉറയ്ക്കുന്നതാണ്. അതുപോലെ സന്താന സൗഭാഗ്യം, കുടുംബജീവിതത്തിൽ പരസ്പര ഐക്യം ഇവ വർദ്ധിക്കുന്നതാണ്. ദീർഘകാലമായി അലട്ടിയിരുന്ന പല അസുഖങ്ങൾക്കും ശമനം ഈ വർഷത്തിൽ ലഭിക്കും. വർഷ ആരംഭവും വർഷമധ്യവും ജീവിതത്തിൽ വലിയ ഉയർച്ചയും ഐശ്വര്യവും കൈവരിക്കുവാൻ ഭരണി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്.
ഇനി കാർത്തിക നക്ഷത്രമാണ്. വർഷാരംഭത്തോടെ തന്നെ സമയം തെളിയുന്ന ഒരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം. കർമ്മമേഖലയിൽ നിന്ന് വളരെ വലിയ വിജയങ്ങളും നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും കാർത്തിക നക്ഷത്രക്കാർക്ക് വന്നുചേരും. നിലനിന്നിരുന്ന പല തർക്കങ്ങൾക്കും വഴക്കുകൾക്കും തീർപ്പുണ്ടാകും, അല്ലെങ്കിൽ പരിഹാരം ഉണ്ടാകും. ദീർഘകാലമായിട്ട് തടസ്സപ്പെട്ടിരുന്ന പല സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നും വരുമാന നേട്ടം ഇവർക്ക് ഉണ്ടാകുന്നതാണ്. അതുപോലെ പണയത്തിലിരുന്ന പല വസ്തുക്കളെയും ഇവർക്ക് വീണ്ടെടുക്കുവാൻ സാധിക്കും. മുൻകാലങ്ങളിൽ കൈനഷ്ടം വന്ന സമ്പാദ്യം അത് തിരികെ ലഭിക്കുന്നതാണ്. ആരെങ്കിലും കടമൊക്കെ വാങ്ങിയിട്ട് നിങ്ങളെ പറ്റിച്ചു എങ്കിൽ ആ ധനമൊക്കെ നിങ്ങൾക്ക് മടക്കി കിട്ടുന്നതാണ്. അതുപോലെ ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ജോലി നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. തൊഴിലൊന്നും ആകാതിരുന്നവർക്ക് ഈ ഒരു വർഷത്തിൽ പുതിയ തൊഴിലുകൾ നേടുവാൻ സാധിക്കും. നിങ്ങളുടെ വാക്കുകൾ മാനിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമയത്തിലേക്കാണ് കടന്നു ചെല്ലുന്നത്. സമൂഹത്തിൽ ആദരവും അംഗീകാരവും നിങ്ങളെ തേടി വരുന്നതാണ്. ദീർഘകാലമായി വിവാഹ കാര്യത്തിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ നീങ്ങുകയും മനസ്സിന് ആഗ്രഹിച്ച പോലെ ഒരു പങ്കാളിയെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്യും. മേലധികാരികളിൽ നിന്ന് പ്രശംസയും അംഗീകാരവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ കർമ്മ മേഖല എന്ത് തന്നെയായിരുന്നാലും അതിൽ തിളങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും. വലിയ സാമ്പത്തിക നേട്ടവും ലാഭവും ഈ ഒരു വർഷത്തിൽ ഉറപ്പായും നിങ്ങൾക്ക് കൈവന്നു ചേരുന്നതാണ്. കുടുംബത്തിൽ പല മംഗളകരമായ വാർത്തകളും ഉണ്ടാകുന്നതാണ്. സന്താനങ്ങളുടെ വിജയത്തിൽ വളരെയധികം മനസ്സിന് ആഹ്ലാദം ജനിക്കുന്നതുമാണ്. രോഹിണി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ തുലാമാസത്തോടെ രോഹിണി നക്ഷത്രക്കാർക്ക് പല സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ നേടുവാൻ സാധിക്കും. എന്നിരിക്കലും വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു വർഷമാണ്. അപ്പോൾ വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ, അതായത് ചിങ്ങമാസത്തിൽ തന്നെ ശനിയാഴ്ച ശാസ്താവിന് നീരാഞ്ജനവും വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും ചെയ്യുന്നതിലൂടെ കണ്ടകശനിയിൽ നിന്നുള്ള ദോഷവും ജന്മവ്യാഴത്തിൽ നിന്ന് നിങ്ങൾക്ക് നേരിടുന്നതായ ദുരിതത്തിൽ നിന്ന് ശമനവും ലഭിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ആഗ്രഹത്തിന്മേൽ വന്നിട്ടുള്ള വിഘ്നങ്ങൾ അകന്ന് ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ നേടുന്നതിന് സഹായിക്കും. ഇനി ഭീമമായ തുകയുടെ നിക്ഷേപങ്ങളോ കൈമാറ്റങ്ങളോ ഈ ഒരു വർഷത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും നടത്താതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നിലവിൽ ജോലി ഉപേക്ഷിച്ച് പുതിയ ജോലികളിൽ പ്രവേശിക്കുവാൻ പാടില്ല. തൊഴിലാകാത്തവർ പരിശ്രമത്തോടൊപ്പം തന്നെ ഈശ്വര വിശ്വാസവും കൈവിടാതെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പരിശ്രമിക്കുന്നതിന് തീർച്ചയായിട്ടും അർഹമായ പ്രതിഫലം നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ ലഭിക്കുക തന്നെ ചെയ്യും. ഈ വർഷം മധ്യത്തോടു കൂടി ജീവിതത്തിൽ വലിയ പുരോഗതിയും നേട്ടവും രോഹിണി നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും കൈവരും. ധനവരവിൽ വലിയൊരു വളർച്ചയും മുൻകാലങ്ങളെ അപേക്ഷിച്ച് അഭിവൃദ്ധിയും നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ആശങ്കകൾക്ക് വിരാമമാകും ഈ ഒരു വർഷത്തില്. അതുപോലെ വിവാഹിതരായ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൽ തന്നെ, അതുപോലെ അവിവാഹിതരായ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൽ തന്നെ വിവാഹം തുടങ്ങിയ മംഗളകാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. സന്താന സൗഭാഗ്യവും സന്താനങ്ങളുടെ നേട്ടവും ഇവർക്ക് ഈ ഒരു വർഷത്തിൽ കൈവരും. ജീവിതത്തിൽ പല പുതിയ പാഠങ്ങളും ഉൾക്കൊള്ളുന്നതിന് ഈ ഒരു വർഷം അവസരമൊരുക്കും. വർഷമധ്യത്തോടെ വലിയ മുന്നേറ്റവും നേട്ടവും നിങ്ങൾക്ക് വരുന്നതാണ്. വർഷത്തിന്റെ തുടക്കത്തിൽ ചെറിയ പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തുടക്കത്തിൽ പറഞ്ഞ പരിഹാരം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ തടസ്സങ്ങളും പ്രയാസങ്ങളും മാറി ജീവിതം സുഖസുന്ദരമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടുത്തത് മകയിരം നക്ഷത്രമാണ്. ദീർഘകാലമായിട്ട് അലട്ടിയിരുന്ന ദുരിതങ്ങൾക്ക് വർഷത്തിന്റെ ആരംഭത്തോടുകൂടി തന്നെ മകയിരം നക്ഷത്രക്കാർക്ക് ഇറക്കം ലഭിക്കും. സാമ്പത്തിക സ്ഥിതിയിൽ മുൻപുള്ളതിനേക്കാൾ നേരിയ പുരോഗതി തുടക്കത്തിലും വർഷാവസാനത്തോടെ വലിയ സാമ്പത്തിക വിജയവും നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും. ഇതുവരെ തൊഴിലൊന്നും ആകാത്തവർക്ക് താൽക്കാലികമായ നിയമനങ്ങൾ ലഭിക്കുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് ദൂരയാത്രകൾക്ക് അവസരമൊരുങ്ങും. ഗൾഫ് നാടുകൾ തുടങ്ങി ദൂരസ്ഥലങ്ങളിലേക്ക് ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ കൈവരും. വർഷത്തിന്റെ മധ്യത്തോടെ ജീവിതം പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് ചെന്നെത്തുകയും അതുവഴി സമ്പത്തും സൗഭാഗ്യവും നിങ്ങൾക്ക് വളരെയധികം വർദ്ധിക്കുകയും ചെയ്യും. ബിസിനസ്, അതുപോലെ കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കർമ്മ മേഖലയെ വ്യാപിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. കൂടുതൽ തൊഴിലാളികളെ തൊഴിലിടത്തിൽ നിയമിക്കുവാനും നിങ്ങൾക്ക് അവസരമൊരുങ്ങും. തീർച്ചയായും യാത്രകളും ദൂരയാത്രകളും നടത്തുന്നതിലൂടെ മാനസിക ഉല്ലാസം ലഭിക്കുന്നതാണ്. പലവിധ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആദ്യം ഒരു മന്ദതയൊക്കെ ഉണ്ടാകുമെങ്കിലും തുടർന്ന് വേഗത്തിൽ അത് പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മാതാപിതാക്കളുമായി കൂടുതൽ അടുക്കുകയും സമയം ചിലവഴിക്കുകയും ചെയ്യും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി വരും. ഈശ്വരീയ കാര്യങ്ങളിലും ഭക്തിയിലും വർധനവ് ഉണ്ടാകുന്നതാണ്. ദൈവവിശ്വാസം മനസ്സിന് വലിയ കരുത്തും സന്തോഷവും ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ്. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. ഏറെക്കാലമായി തൊഴിലില്ലാതിരുന്നവർക്ക് പുതിയ തൊഴിലുകൾ ഈ വർഷത്തിൽ കൈവന്നു ചേരും. ആരോഗ്യവും ഉത്സാഹവും ഉന്മേഷവും വർദ്ധിക്കുന്നതാണ്. മടിയും ക്ഷീണവും ആത്മവിശ്വാസക്കുറവും എല്ലാം അകന്നു മാറുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തികമായി വർഷാരംഭത്തിൽ കുറച്ച് പരുങ്ങൽ നേരിടുമെങ്കിലും വർഷമധ്യത്തോടെ സാമ്പത്തിക പ്രയാസമൊക്കെ പരിഹരിക്കുന്നതാണ്.
അനാവശ്യമായ ചെലവുകൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ബന്ധുക്കളുമായുള്ള സംസാരത്തിൽ മിതത്വവും വാക്കുകളിൽ സൂക്ഷ്മതയും പുലർത്തേണ്ടുന്ന ഒരു സമയമാണ്. അല്ലാത്തപക്ഷം പല ആരോപണങ്ങളും വഴക്കുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വർഷമധ്യത്തോടുകൂടി സാമ്പത്തികമായും സാമൂഹികമായും വലിയ ഉയർച്ചയും ഉന്നതിയും നിങ്ങൾക്ക് കൈവരും. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളും അനുകൂല വിധികളും ഉണ്ടാകുന്നതാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടവും പ്രശസ്തിയും കൈവരും. കുടുംബജീവിതത്തിൽ ശാന്തിയും സ്വസ്ഥതയും വർദ്ധിക്കുന്നതാണ്. വർഷമധ്യത്തോടുകൂടി വിവാഹമൊന്നും ആകാത്തവർക്ക് അനുയോജ്യമായ വിവാഹാലോചനകൾ ഉറയ്ക്കുന്നതാണ്. അടുത്ത നക്ഷത്രം പുണർദമാണ്. വളരെ ദുർഘടമായതും ദുരിതം നിറഞ്ഞതുമായിട്ടുള്ള ഒരു ജീവിതത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു പുതുവർഷം ആരംഭിക്കുന്നതോടുകൂടി വലിയ സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. സാമ്പത്തിക നഷ്ടങ്ങൾ ഒരു തുടർ കഥ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരുന്നതിൽ മാറ്റം ഉണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യ ചെലവുകളും ആഡംബരങ്ങളും പരമാവധി കുറയ്ക്കേണ്ടതാണ്. പരിശ്രമിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് വിജയം നിങ്ങൾക്ക് അനുകൂലമായി തീരും. അതുകൊണ്ട് തന്നെ തീവ്രമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. നിങ്ങളുടെ പരിശ്രമം ഉപേക്ഷിക്കാതിരിക്കുക. നിലവിലെ സാഹചര്യത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിയിലേക്ക് ചേക്കേറുന്നത് ഉചിതമല്ല. അങ്ങനെ ചെയ്യുന്നത് തൊഴിൽ നഷ്ടത്തിനും പലവിധ കഷ്ടങ്ങൾക്കും ഇടവരുത്തും. അതുപോലെ ബന്ധുക്കാരിൽ നിന്നും കുടുംബത്തിൽ നിന്നും വലിയ പിന്തുണയും സ്നേഹവും ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉടലെടുക്കും. സാമ്പത്തികം പല വഴിയിലൂടെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. ജീവിതത്തിൽ പുതിയ ബന്ധങ്ങൾക്ക് തുടക്കമാകും. അതുപോലെ പ്രണയബന്ധത്തിൽ ആഴവും ശക്തിയും വർദ്ധിക്കും. പ്രണയിക്കുന്നവർക്ക് വിവാഹത്തിലൂടെ ഒരുമിക്കുവാനും സാധിക്കുന്നതാണ്. വർഷത്തിന്റെ മധ്യത്തോടുകൂടി ഇതുവരെ ലഭിക്കാത്ത പല സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരുന്നതുമാണ്. പൂയം നക്ഷത്രമാണ്. ശനി അഷ്ടമഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ലാഭഭാവത്തിലുള്ള വ്യാഴം ജീവിതത്തിൽ വലിയ വിജയവും സാമ്പത്തിക ലാഭവും നിങ്ങൾക്ക് നേടിത്തരിക തന്നെ ചെയ്യും. ഇവരിറങ്ങിത്തിരിക്കുന്ന ഏത് പ്രവൃത്തിയിൽ നിന്നും നേട്ടവും വിജയവും ഉണ്ടാകുന്നതാണ്. ദീർഘകാലമായിട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രവർത്തിച്ച് വിജയപഥത്തിൽ എത്തിക്കുവാൻ ഈ ഒരു വർഷത്തിൽ സാധിക്കുന്നതാണ്. സമൂഹത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സ്നേഹവും പ്രോത്സാഹനവും അധികമായി ലഭിക്കുന്ന ഒരു സമയമാണ്. ചെയ്ത തെറ്റുകളിലെ പാകപ്പിഴകൾ സ്വയം പരിഹരിക്കുവാനാകും. ആദായ വസ്തുക്കളിൽ നിന്ന് അധിക ലാഭവും സാമ്പത്തിക വർധനവും ഈ വർഷത്തിൽ ഉണ്ടാകും. തൊഴിലാകാത്തവർക്ക് പുതിയ തൊഴിലുകൾ ലഭിക്കുന്നതാണ്. സർക്കാർ സംബന്ധപ്പെട്ട തൊഴിലുകൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അതിനുള്ള അറിയിപ്പുകൾ ലഭിക്കുന്നതാണ്. അതുപോലെ അഭിമുഖ പരീക്ഷകളിൽ ഇവർക്ക് മിന്നുന്ന നേട്ടം കൈവരിക്കുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കഴിവുകളിൽ ശോഭിക്കുവാൻ സാധിക്കുന്നതാണ്. തന്മൂലം ഒരുപാട് വേദികളും അവസരങ്ങളും അംഗീകാരങ്ങളും ഇവരെ തേടി വരും. മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും പരിചരിക്കുന്നതിലൂടെ മനസ്സിന് സുഖമേർപ്പെടും. വർഷാരംഭത്തോടെ തന്നെ ജീവിതത്തിൽ പല നേട്ടങ്ങളും പൂയം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ്. ആയില്യം നക്ഷത്രത്തിലേക്ക് കടക്കുമ്പോൾ പലതരം നേട്ടങ്ങൾ ആർജിക്കുന്ന ഒരു പുതുവർഷമാണ്. ഭാഗ്യാനുഭവങ്ങൾ നിരവധി ഈ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രവൃത്തികളിലൂടെ ലാഭവും വിജയവും ഉണ്ടാകുന്നതാണ്. ഗവൺമെന്റ് തലത്തിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള അറിയിപ്പുകൾ ഈ ഒരു വർഷത്തിൽ ലഭിക്കുന്നതാണ്. ഇതുവരെയും തൊഴിലൊന്നും ആകാത്തവർക്ക് മനസ്സിനിണങ്ങിയ തൊഴിലും ഈ ഒരു വർഷത്തിൽ ലഭിക്കുന്നതാണ്. മറ്റുള്ളവരുടെ വിമർശനങ്ങളെയും പരിഹാസത്തെയും അതിജീവിക്കുവാൻ നിങ്ങൾക്ക് ഈ വർഷം സാധിക്കും. കുടുംബപരമായി ഉയർച്ചയുടെ കാലമാണ്. കുടുംബത്തിൽ പല സന്തോഷ വർത്തമാനങ്ങളും നടക്കും. വിവാഹം ആകാത്തവർക്ക് വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകും. ദീർഘകാലമായിട്ട് കുട്ടികളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം ഉറപ്പായി ഉണ്ടാകും. സാമ്പത്തികമായി ഒരു ഉന്നതി തന്നെ വർഷമധ്യത്തിന് ശേഷം കൈവരും. തന്മൂലം കടബാധ്യതകളിൽ നിന്ന് മുക്തനാകും. ലോട്ടറി, ചിട്ടി തുടങ്ങിയ ഭാഗ്യ വഴികളിലൂടെ ധാരാളം ധനം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. രോഗങ്ങളാൽ വിഷമിക്കുന്നവർക്ക് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ രോഗങ്ങളിൽ നിന്നും മുക്തിയും ഇറക്കവും അനുഭവപ്പെടും. വർഷമധ്യത്തോടുകൂടി വളരെ വലിയ സൗഭാഗ്യവും സമ്പത്തും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. മകം നക്ഷത്രത്തെ സംബന്ധിച്ച് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സമയമാണ്. ചിങ്ങമാസം തന്നെ ഇനി പറയാൻ പോകുന്ന വഴിപാടുകൾ കഴിവിന്റെ പരമാവധി ചെയ്യുവാൻ നോക്കുക. തീർച്ചയായും ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും തടസ്സങ്ങളും എല്ലാം മാറി ജീവിതം കുറച്ചുകൂടി സുഖകരമായി തീരുന്നതാണ്. ആദ്യത്തെ പരിഹാരം എന്ന് പറയുന്നത് ശനിദോഷത്തിന് ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജന വിളക്കാണ്. ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്ത പക്ഷം ഗൃഹത്തിൽ തേങ്ങാമുറിയിൽ എള്ളുതിരി നിക്ഷേപിച്ച് നീരാഞ്ജനം കൊളുത്തേണ്ടതാണ്. അതുപോലെ നാഗങ്ങൾക്ക് 100 പാലും സമർപ്പിക്കുകയോ അതുമല്ലെങ്കിൽ ശിവക്ഷേത്രം ദർശിക്കുകയോ ചെയ്യുക. ഇത് രാഹുദോഷം കൊണ്ടുള്ള ദോഷത്തെ പരിഹരിക്കും. തൊഴിൽ, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ നിലനിൽക്കുന്ന തടസ്സങ്ങൾ നീങ്ങാൻ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രം ദർശനം ചെയ്യുന്നത് ഉത്തമമാണ്. ഈ 3 വഴിപാടുകൾ ചിങ്ങമാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ചെയ്യുന്നത് കണ്ടകശനി, അഷ്ടമത്തിലെ രാഹു, 10ലെ വ്യാഴം
എന്നീ ഗ്രഹസ്ഥിതികൾ കൊണ്ടുള്ള ദോഷത്തെ പൂർണ്ണമായി പരിഹരിക്കുന്നതിന് സഹായിക്കും. ക്ഷമയോടും അച്ചടക്കത്തോടും പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഈ വർഷത്തിൽ വലിയ വലിയ വിജയങ്ങൾ മകം നക്ഷത്രക്കാരെ തേടി വരും. തൊഴിലൊന്നും ആകാത്തവർക്ക് താൽക്കാലിക ജോലികളും കരാർ സംബന്ധമായ ജോലികളും ലഭിക്കും. നിലവിലെ ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിക്കുക വഴി ജോലി തരപ്പെടാൻ കുറച്ച് പ്രയാസമായിരിക്കും. വലിയ മുതൽ മുടക്ക് ചിലവഴിച്ചുകൊണ്ടുള്ള പ്രവൃത്തികളിലേക്ക് ഏർപ്പെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. വർഷമധ്യം വരെ ഒരു കാരണവശാലും ധനം കടം കൊടുക്കുകയോ കടം വാങ്ങുകയോ ചെയ്യാതിരിക്കുക. വൃശ്ചിക മാസത്തോടെ ഭാഗ്യം അനുകൂലമായിട്ട് വരും. മനസ്സിന് സന്തോഷവും ധാരാളം നേട്ടങ്ങളും നിങ്ങളെ തേടി വരും. ധനവർദ്ധനവും ലാഭ നേട്ടവും ഉണ്ടാകും. സ്ഥിരമായ തൊഴിൽ കൈവരുന്നതാണ്. കുടുംബജീവിതം കൂടുതൽ മനോഹരവും സുന്ദരവും ആയിത്തീരുന്നതാണ്. സന്താന സൗഭാഗ്യം തുടങ്ങിയ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇനി പൂരം നക്ഷത്രമാണ്. മടിയും അലസതയും തീർച്ചയായും ഒഴിവാക്കി പ്രവർത്തിക്കേണ്ടുന്ന ഒരു സമയമാണ് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച്. നിരന്തരമായി പരിശ്രമിക്കുന്നവർക്ക് അനവധി നേട്ടങ്ങൾ ഈ ഒരു വർഷത്തിൽ തേടി വരുന്നതാണ്. അതുപോലെ സുഹൃത്തുക്കളിൽ ഒരു പ്രത്യേക ശ്രദ്ധ വെച്ച് വളർത്തുക. അനാവശ്യ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അസന്മാർഗികമായ പ്രവൃത്തികൾ കൂട്ടുകാരുമായി ചേർന്ന് ചെയ്യുന്നത് വിപരീത ഫലത്തെ നേടിത്തരും. വർഷത്തിന്റെ തുടക്കത്തിൽ വിൽക്കൽ വാങ്ങൽ പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടാതിരിക്കുക. എന്നാൽ വർഷമധ്യം കഴിഞ്ഞാൽ ജോലിയിൽ ഉയർച്ചയും പുരോഗതിയും ധനനേട്ടവും നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. വർഷാരംഭത്തിൽ ഇപ്പോഴുള്ള ധനസ്ഥിതി തന്നെ തുടരുന്നതാണ്. എന്നാൽ വർഷമധ്യം കഴിയുന്നതോടുകൂടി, പ്രത്യേകിച്ച് വർഷാവസാനത്തോട് അടുക്കുന്നതോട് കൂടിയിട്ട് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. പഠനത്തിൽ വിജയം, ഉന്നത കോഴ്സുകളിലേക്ക് ചേരാനുള്ള അവസരം എന്നിവ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും. ജീവിതത്തിൽ ഈ ഒരു വർഷത്തിൽ മത്സരങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലതായി പറയപ്പെടുന്നത്. ഇനി ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് ഗുണകരമായ ഒരു വർഷമാണിത്. ദീർഘകാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ ഭാഗ്യം അവരെ ഈ ഒരു വർഷം കടാക്ഷിക്കും. വിദ്യാർത്ഥികൾക്ക് മികച്ച നേട്ടം ഈ വർഷത്തിൽ ലഭിക്കുന്നതാണ്. വിചാരിച്ച വിഷയത്തിൽ തന്നെ ഉപരിപഠനം നടത്തുവാൻ ഇവർക്ക് സാധിക്കും. തൊഴിലാകാത്തവർക്ക് ഈ ഒരു വർഷത്തിൽ മനസ്സിനിണങ്ങിയ പോലെ ഒരു തൊഴിൽ ലഭിക്കുന്നതാണ്. നിലവിൽ തൊഴിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ് ഇതൊക്കെ പ്രതീക്ഷിക്കാം. വ്യാപാരം, ബിസിനസ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ലാഭം വർഷമധ്യത്തിന് ശേഷം വളരെയധികം വർദ്ധിക്കുന്നതാണ്. ഭൗതിക സുഖഭോഗ വസ്തുക്കളെല്ലാം തന്നെ വൻതോതിൽ ഇവർക്ക് വാങ്ങുവാനുള്ള ഭാഗ്യം ലഭിക്കും. പ്രണയിക്കുന്നവർക്ക് വിവാഹത്തിലൂടെ ഒരുമിക്കുവാൻ സാധിക്കുന്നതാണ്. വിവാഹമൊന്നും ശരിയാകാത്തവർക്ക് ഈ ഒരു വർഷത്തിൽ അവരുടെ വിവാഹം നടക്കുകയും ചെയ്യും. വർഷമധ്യത്തോടെ കടങ്ങളൊക്കെ വീട്ടുന്നതിന് ഇവർക്ക് സാധിക്കും. ഈശ്വരവിശ്വാസം, ഭക്തി ഇവ വർദ്ധിക്കുകയും ക്ഷേത്ര ദർശനം ധാരാളമായി നടത്തുവാനുള്ള അവസരങ്ങൾ കൈവരികയും ചെയ്യും. തീർത്ഥാടനം പോലെയുള്ള യാത്രകളിൽ പങ്കെടുക്കുവാനും അതിലൂടെ മനസ്സിന് ആനന്ദവും സന്തോഷവും കണ്ടെത്തുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനിയൊന്നുള്ളത് അത്തം നക്ഷത്രമാണ്. സുപ്രധാനപ്പെട്ട നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു വർഷമാണ് ഈ ഒരു പുതുവർഷം. ദീർഘകാലമായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന പല പ്രവൃത്തികളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. തടസ്സപ്പെട്ട് കിടന്ന സാമ്പത്തികം നിങ്ങളിലേക്ക് മടങ്ങിയെത്തും. കഠിനതരം എന്ന് തന്നെ കരുതിയിരുന്ന പലതും അനായാസേന നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിൽ നിന്ന് പൂർണ്ണമായ പിന്തുണയും വാത്സല്യവും നിങ്ങൾക്ക് ലഭിക്കും. ജോലിയിൽ ഉയർച്ചയും ശമ്പള വർധനവും പ്രതീക്ഷിക്കാം. സാമ്പത്തിക പ്രയാസത്തിൽ നിന്ന് തന്മൂലം കരകയറുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഗൃഹം പണി കഴിപ്പിക്കുന്നതിനോ ഭൂമി, വാഹനം ഇവ വാങ്ങുവാനോ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. തൊഴിലൊന്നും ആകാത്തവർക്ക് മനസ്സിനിണങ്ങിയ പോലെ ഒരു തൊഴിൽ ലഭിക്കുന്നതാണ്. ബിസിനസ്, കച്ചവടം തുടങ്ങിയവ ചെയ്യുന്നവർക്ക് പുതിയ ഔട്ട്ലെറ്റുകൾ തുറക്കുവാൻ സാധിക്കും. വർഷമധ്യത്തോടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പുരോഗതിയും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അടുത്ത നക്ഷത്രം ചിത്രയാണ്. വളരെ കാലമായി മനസ്സിൽ കൊണ്ട് നടത്തിരുന്ന ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന ഒരു വർഷമാണ്. തൊഴിൽ തേടുന്നവർക്ക് മനസ്സിന് ആഗ്രഹിച്ച പോലെ ഒരു തൊഴിൽ ഈ ഒരു വർഷത്തിൽ ലഭിക്കും. ജോലി ചെയ്യുന്നവർക്ക് അതിലൂടെ വരുമാന വർധനവും നേട്ടവും ഉയർച്ചയും പല അംഗീകാരങ്ങളും നിങ്ങളെ തേടി വരുന്നതാണ്. വിവാഹാദി കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകാം. വർഷ ആരംഭത്തോടെ തന്നെ ധനസ്ഥിതിയിൽ വലിയ ഉയർച്ച ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. എല്ലാവിധ മത്സരങ്ങളിലും വിജയം ഇവർക്ക് അനുകൂലമായിരിക്കും. ചിലവുകളെ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകമായ ഒരു ശ്രദ്ധ വെച്ചു പുലർത്തുക. വാഹനം, ഗൃഹം, വസ്ത്രം, ആഭരണം തുടങ്ങിയ ഭൗതിക സുഖഭോഗ വസ്തുക്കൾ വാങ്ങുന്നതിന് അവസരങ്ങൾ കൈവരും. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കും. ഭാഗ്യപുഷ്ടിയുടെ വർഷം തന്നെയാണ്. സൗഭാഗ്യങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ജീവിതത്തിൽ വർദ്ധിക്കും. മനസന്തോഷം വളരെയേറെ വർദ്ധിക്കുന്നതാണ്. ദീർഘകാലമായി മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റാൻ ഈ വർഷത്തിൽ സാധിക്കുന്നതാണ്. ചോതി നക്ഷത്രത്തിലേക്ക് വരുമ്പോൾ ചോതി നക്ഷത്രക്കാര് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് പേരും നാളും പറഞ്ഞ് കഴിവിന്റെ പരമാവധി വഴിപാടുകൾ ചിങ്ങമാസത്തിന്റെ ആരംഭത്തിൽ തന്നെ ചെയ്യേണ്ടതാണ്. വ്യാഴം അഷ്ടമഭാവത്തിലായതുകൊണ്ട് തന്നെ മനസ്സിന് ക്ലേശവും ചില കഷ്ടതകളൊക്കെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഇതിലൂടെ അകന്നു പോകുന്നതാണ്. ഈ പറഞ്ഞ പരിഹാരം ചെയ്യുമെങ്കിൽ ഈ ദോഷങ്ങൾ പൂർണ്ണമായി ഒഴിഞ്ഞു പോകുകയും സന്തോഷവും ശാന്തിയും, അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യുമെങ്കിൽ ഈ ദോഷങ്ങൾ പൂർണ്ണമായി ഒഴിയുകയും
സന്തോഷവും ശാന്തിയും വർഷാരംഭത്തിൽ തന്നെ നിങ്ങൾക്ക് ആസ്വദിക്കുവാൻ സാധിക്കുകയും ചെയ്യും. പല കാര്യങ്ങളിലും ആശയക്കുഴപ്പം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് ഓരോ പ്രവൃത്തിയിലേക്കും ഇടപെടുന്നതായിരിക്കും ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലത്. വർഷത്തിന്റെ ഒരു മധ്യഭാഗം വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ ഉപേക്ഷിച്ച് പുതിയ തൊഴിലിലേക്ക് ചേരുവാനായിട്ട് ശ്രമിക്കരുത്. അതുപോലെ പരിചയമില്ലാത്ത വ്യാപാരം, ബിസിനസ് തുടങ്ങിയവയൊന്നും ചെയ്യാതിരിക്കുക. ഈ ഒരു വർഷമധ്യം വരെ ധനം ഒന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടുന്ന ഒരു സമയമാണ്. ഒരു കാരണവശാലും ആർക്കും ധനം കടം കൊടുക്കുകയോ കടം വാങ്ങിക്കൂട്ടുകയോ ചെയ്യാതിരിക്കുക. പിന്നെ ഈ ഒരു വർഷത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്, നിലവിൽ ഏതെങ്കിലുമൊക്കെ അസുഖത്തിന് നിങ്ങൾ ചികിത്സിക്കുകയാണ് എങ്കിൽ ആ അസുഖങ്ങൾ പരിപൂർണമായി ഭേദപ്പെടുന്നതാണ്. വർഷമധ്യത്തോടുകൂടി തന്നെ ആ അസുഖങ്ങൾക്കൊക്കെ ഒരു ഇറക്കം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ വർഷത്തിന്റെ ആ ഒരു മധ്യഭാഗം വരെ ഒന്ന് പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക. ആ ഒരു മധ്യഭാഗം കഴിഞ്ഞാൽ തീർച്ചയായും ദോഷഫലങ്ങളെല്ലാം അകന്ന് ജീവിതം സുഖസുന്ദരമായ ഒരു പാതയിലേക്ക് ചെന്നെത്തുന്നതാണ്. പല സാമ്പത്തിക സ്രോതസ്സുകളും നിങ്ങളിലേക്ക് തുറന്നു കിട്ടുന്നതാണ്. ആത്മവിശ്വാസം ഉയരുകയും അതുമൂലം പല വിജയങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരികയും ചെയ്യുന്നതാണ്. വിശാഖം നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ സാമ്പത്തിക കാര്യത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടുന്ന ഒരു വർഷമാണ്. അതുകൊണ്ട് തന്നെ ആർക്കും ധനം കടം കൊടുക്കുവാനൊന്നും ഈ ഒരു വർഷത്തിൽ മുതിരാതിരിക്കുക. അതുപോലെ കടം വാങ്ങാതിരിക്കാനും നിങ്ങൾ പ്രത്യേകമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ ധനപരമായ ഇടപാടുകളിൽ ജാമ്യം നിൽക്കുകയും ചെയ്യരുത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ പല അമളികളും അബദ്ധങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വർഷം മുഴുവൻ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. സമ്പത്ത് ബോധപൂർവം വിനിയോഗിക്കാം. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പലവിധ സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ്. പൊതുകാര്യങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഉത്തമമാണ്. വർഷാരംഭത്തിൽ മുന്നേ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തികമായിട്ടുള്ള ചെറിയ പ്രയാസങ്ങൾ നേരിടുമെങ്കിലും വർഷമധ്യം കടക്കുന്നതോടുകൂടി അതെല്ലാം മാറിപ്പോകുന്നതാണ്. വർഷമധ്യം കടക്കുന്നതോടെ നിങ്ങളുടെ ആസൂത്രണങ്ങൾ വിജയിക്കുന്നതാണ്. വ്യാപാരം, കച്ചവടം ഇവയിൽ നിന്നൊക്കെ ലാഭമുണ്ടാകുന്നതാണ്. സാമ്പത്തികമായിട്ട് ധന നേട്ടം കൈവരിക്കുന്നതാണ്. അതുപോലെ കരിയർ, ബിസിനസ് ഇതൊക്കെ തന്നെ പച്ച പിടിക്കുന്നതാണ്. തന്നിമിത്തം സാമ്പത്തികമായിട്ട് വലിയൊരു ഉന്നതി തന്നെ വർഷ അവസാനത്തോടു കൂടി നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. വിവാഹ കാര്യങ്ങളിലൊക്കെ തന്നെ ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. സന്താന സൗഭാഗ്യം, സന്താനങ്ങളുടെ ഉയർച്ച ഇതൊക്കെ തന്നെ കൈവരുന്നതാണ് ഈ ഒരു വർഷത്തിൽ. വീട്, വാഹനം എന്നിത്യാദി വസ്തുവകകൾ വാങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂലമായ ഒരു സമയം വർഷമധ്യത്തിനു ശേഷം കൈവരുന്നതാണ്. ഇനി അനിഴം നക്ഷത്രത്തിലേക്ക് കടക്കുമ്പോൾ സർവമംഗളകാരകനായിട്ടുള്ള വ്യാഴം അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു വർഷമാണ്. അതുകൊണ്ട് തന്നെ വളരെ കാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് വിജയം കാണുന്ന ഒരു വർഷമാണ് ഇത്. യാത്രകളിലൂടെ നേട്ടം നിങ്ങൾക്ക് കൈവരുന്നതാണ്. പങ്കുകച്ചവടം പോലെയുള്ള മേഖലയിൽ നിന്ന് ലാഭവിഹിതം ഉയരുന്നതാണ്. അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക് വർഷ ആരംഭത്തിൽ തന്നെ വലിയ തോതിൽ ലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വ്യവസായ സ്ഥാപനങ്ങൾക്ക് പുതിയ ഔട്ട്ലെറ്റുകൾ തുടങ്ങുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും. അതുപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനങ്ങളുടെ അംഗീകാരം കൂടുതലായിട്ട് ലഭിക്കും. പലവിധ അവാർഡുകളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രണയിക്കുന്നവർക്ക് വിവാഹത്തിലൂടെ ഒത്തുചേരുവാനും സുന്ദരമായ ദാമ്പത്യ ജീവിതം നയിക്കുവാനും സാധിക്കുന്നതാണ്. ഇനി വിവാഹമൊന്നും ശരിയാകാത്തവർക്കും വിവാഹാലോചനകൾ ഈ ഒരു വർഷത്തിൽ തന്നെ ശരിയാകുകയും നിങ്ങളുടെ വിവാഹം നടക്കുകയും ചെയ്യും. മാനസികമായി വളരെയധികം ഉല്ലാസവും സന്തോഷവും അനുഭവപ്പെടുന്ന ഒരു വർഷമായിട്ട് ഇത് മാറുന്നതാണ്. കേട്ട നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ദീർഘകാലത്തെ ലക്ഷ്യബോധം നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. ആഗ്രഹങ്ങൾ തീർച്ചയായും വർഷാരംഭത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് നിറവേറ്റുവാൻ സാധിക്കും. സുഹൃത്തുക്കളിൽ നിന്ന് നേട്ടവും സഹായങ്ങളും ലഭിക്കും. അതുപോലെ തന്നെ പുതിയ സൗഹൃദം, ബന്ധുത്വം ഇവ ആർജിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ്. സമൂഹത്തിൽ നിന്ന് ആദരവും ബഹുമാനവും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ലഭിക്കും. എന്നാൽ തൃക്കേട്ട നക്ഷത്രക്കാരുടെ മോശം സുഹൃത്തുക്കൾ വഴി പലവിധ അബദ്ധങ്ങളിലേക്കും ഇവർ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മോശം സുഹൃത്തുക്കൾ, ലഹരി ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ അവരുമായിട്ടുള്ള ചങ്ങാത്തം നിങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്ക് സഹായവും പിന്തുണയും മുന്നേ സൂചിപ്പിച്ചതുപോലെ ലഭിക്കുന്നതാണ്. അവഗണിച്ചു പോയവര് നിങ്ങളുടെ പിന്നാലെ മടങ്ങി വരുന്നതാണ്. തൊഴിലൊന്നും ആകാത്തവർക്ക് തീർച്ചയായിട്ടും തൊഴിൽ ലഭിക്കുന്നതാണ്. ഒരു ഉയർന്ന ശമ്പളവും നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നതാണ്. പഠനം മൂലം നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കും. ഉയർന്ന മാർക്കോടുകൂടി തന്നെ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷകളിലൊക്കെ വിജയം നേടുവാൻ സാധിക്കും. ആഗ്രഹിച്ച വിഷയത്തിൽ തന്നെ ഉപരിപഠനം നടത്തുവാനും സാധിക്കും. വിദേശത്തേക്ക് പോകുവാൻ തയ്യാറെടുക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കുന്നതാണ്. കുടുംബജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും കൈവരുന്ന സമയമാണ്. മൂലം നക്ഷത്രത്തിലേക്ക് കടക്കുമ്പോൾ മുതിർന്നവരുടെ സ്നേഹവും കരുതലും കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു കാലമാണ് മൂലം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ. നേട്ടങ്ങൾക്ക് കൂടുതൽ പരിശ്രമിക്കേണ്ടതായ ഒരു അവസ്ഥ സംജാതമായിരിക്കുന്ന സമയമാണ്. വർഷം മുഴുവൻ നിങ്ങൾ ചതിക്കുഴികളെ കരുതിയിരിക്കാം. അനാവശ്യ കൂട്ടുകെട്ടുകളിലേക്ക് ഇടപെടാതിരിക്കുക.
സാമ്പത്തികമായിട്ട് മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കാതിരിക്കുക, അതുപോലെ കടം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യാതിരിക്കുക. അതുപോലെ പ്രിയജനങ്ങളുടെ വിരഹം ഉണ്ടാകാൻ സാധ്യത ഈ ഒരു വർഷത്തിൽ പറയുന്നുണ്ട്. നിലവിലെ ജോലി ഉപേക്ഷിച്ച് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾ മുതിരരുത്. ഇപ്പോൾ ചെയ്യുന്ന ആ ഒരു ജോലി തന്നെ തുടർന്ന് കൊണ്ടുപോവുക. വർഷ ആരംഭത്തിൽ മുന്നേ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തികമായി ചെറിയ ഒരു ഞെരുക്കം നിങ്ങൾക്ക് അനുഭവപ്പെടാം. എന്നാൽ യാതൊരു ഭയവും വേണ്ട. വർഷമധ്യത്തോടെ അടുക്കുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നതാണ്. അതുപോലെ പരിചയമില്ലാത്ത ബിസിനസ്സിലേക്കൊന്നും ഇപ്പോൾ തുക ചിലവഴിക്കുന്നത് ഗുണകരമല്ല. വർഷമധ്യത്തോടു കൂടി നിങ്ങൾക്ക് തൊഴിലിലും വരുമാനത്തിലൊക്കെ തന്നെ ഉയർച്ച ഉണ്ടാകും. പാതി വഴിയിൽ മുടങ്ങിപ്പോയ നിർമ്മാണ പ്രവർത്തികൾ നിങ്ങൾക്ക് ആ ഒരു സമയത്തോടു കൂടി പൂർത്തീകരിക്കുവാൻ സാധിക്കും. പുതിയ പദവികൾ അന്നേരം നിങ്ങൾക്ക് തേടി വരുന്നതാണ്. അതുപോലെ വിവാഹമൊന്നും ആകാത്തവർക്ക് ആ ഒരു വിവാഹമൊക്കെ ഈ ഒരു വർഷമധ്യം കടക്കുന്നതോടുകൂടി തന്നെ നടക്കുന്നതാണ്. സന്താന സൗഭാഗ്യവും കുടുംബസുഖവും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു വർഷമധ്യത്തിന് ശേഷം കൈവരുന്നതാണ്. സാമ്പത്തികമായിട്ട് വർഷാരംഭം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പൂരാടം നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ശത്രുക്കളെ എല്ലാം മലർത്തിയടിച്ചുകൊണ്ട് വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ ഒരു വലിയ വിജയം പൂരാടം നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രവൃത്തികളിൽ തീർച്ചയായും വിജയം തന്നെ ഉണ്ടാകും. ബിസിനസ് രംഗത്ത് നിന്ന് വലിയ നേട്ടവും വളർച്ചയും ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക സ്ഥിതി ഒട്ടും മോശമായിരിക്കില്ല ഈ വർഷം. എന്നിരിക്കലും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് താൽക്കാലിക ആവശ്യങ്ങൾക്ക് പോലും കടം വാങ്ങാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. ഉന്നത പഠനത്തിനൊക്കെ യോഗ്യത നേടുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച പഠന വിജയവും നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും. ഏതൊരു വസ്തുവും വാങ്ങുന്നത് സൂക്ഷിച്ചു വേണം, അല്ലെങ്കിൽ പരിശോധിച്ചു വേണം. ഇല്ലാത്ത പക്ഷം അവയിൽ നിന്ന് നഷ്ടവും പലവിധ ക്ലേശങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വർഷമധ്യത്തോടുകൂടി വിവാഹമൊന്നും നടക്കാത്തവർക്ക് വിവാഹമൊക്കെ നടക്കുന്നതാണ്. നിങ്ങൾക്ക് ഉചിതമായ പങ്കാളിയെ നിങ്ങൾ തന്നെ കണ്ടെത്തുന്നതാണ്. വർഷ ആരംഭത്തിൽ പ്രണയകാര്യത്തിൽ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ചില പ്രതിസന്ധികൾ ഉണ്ടായേക്കാം. എന്നാൽ വർഷമധ്യത്തോടുകൂടി ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യവും പുരോഗതിയും നിങ്ങൾക്ക് കൈവരുന്നതാണ്. സാമ്പത്തികമായിട്ടൊക്കെ വലിയ അഭിവൃദ്ധി കൈവരിക്കുവാൻ ഈ വർഷത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഉത്രാട നക്ഷത്രത്തിലേക്ക് വരുമ്പോൾ ദീർഘകാലമായിട്ട് നേരിട്ടുകൊണ്ടിരുന്ന പല തടസ്സങ്ങളും ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകുന്ന ഒരു സമയമാണ് ഈ ഒരു വർഷം. ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. എന്നാൽ ആത്മാർത്ഥമായ പരിശ്രമം, നിരന്തര അധ്വാനം ഇതിന് വേണ്ടിവരും. കടബാധ്യതകൾ ബാധിച്ചവർക്ക് വർഷമധ്യത്തോടെ ആശ്വാസം ലഭിക്കും. ഒരു കാരണവശാലും അനാവശ്യ കാര്യങ്ങൾക്ക് ധനം ചിലവഴിക്കുവാൻ പാടില്ല. പ്രത്യേകിച്ച് വർഷാരംഭത്തിൽ കടം കൊടുക്കുവാനോ വാങ്ങുവാനോ പാടില്ല. ചെറിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി വർഷാരംഭത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. ആ ഒരു പ്രതിസന്ധി ദുർവ്യയത്തിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ആഡംബര വസ്തുക്കളിലേക്കൊക്കെ ധനം ചിലവഴിക്കുന്നതിലായിരിക്കും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത യാതൊരു ആഡംബര വസ്തുക്കളിലേക്കും നിങ്ങൾ ധനം ചിലവഴിക്കുന്നത് സൂക്ഷിച്ചു വേണം. കുറെ കാലമായിട്ടും ജോലിയൊന്നും ലഭിക്കാത്തവർക്ക് ഈ വർഷം ഉറപ്പായും ജോലി ആരംഭത്തിൽ തന്നെ ലഭിക്കും. നീണ്ടുപോയ ഗൃഹനിർമ്മാണം ഉണ്ടെങ്കിൽ വർഷാരംഭത്തിലും ആ ഒരു മന്ദഗതി തുടരും. പക്ഷേ വർഷമധ്യത്തോടു കൂടിയിട്ട് നിങ്ങൾക്കത് പൂർത്തീകരിക്കുവാനും സാധിക്കുന്നതാണ്. മറ്റുള്ളവരിൽ നിന്നും സഹായമോ വാഗ്ദാനമോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവ ലഭിക്കുന്നതിന് കുറച്ച് കാലതാമസം എടുക്കാൻ സാധ്യതയുണ്ട്. തിരുവോണ നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെയധികം കലുഷിതമായ ഒരു ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന നക്ഷത്രമാണ് തിരുവോണം. പോയ വർഷത്തെ അപേക്ഷിച്ച് തീർത്തും ശുഭകരമായ ഒരു വർഷം എന്ന് തന്നെ നമുക്ക് ഈ ഒരു പുതുവർഷത്തെ പറയാവുന്നതാണ്. തൊഴിലിൽ നിന്ന് ഒരുപാട് അംഗീകാരവും പ്രോത്സാഹനവും നേട്ടവും ഈ ഒരു വർഷത്തിൽ തിരുവോണം നക്ഷത്ര ജാതർക്ക് ലഭിക്കുന്നതാണ്. പല നേട്ടവും തീർച്ചയായും തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ കൈവരിക്കുവാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മിതമായി വ്യയം ചെയ്യുവാൻ ശീലിക്കുക എന്നുള്ളതാണ്. അനാവശ്യമായ വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ ഇതൊന്നും തന്നെ വാങ്ങുന്നതിലേക്ക് ധനം ചിലവഴിക്കാതിരിക്കാം, കടം വാങ്ങാതിരിക്കാം. സന്താന സൗഭാഗ്യം ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് കൈവരുന്നതാണ്. അതുപോലെ തന്നെ വിവാഹമൊന്നും ആകാത്തവർക്ക് ഈ ഒരു വർഷത്തിൽ തീർച്ചയായും അനുചിതമായ ഒരു പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജീവിതത്തിൽ വിലപിടിപ്പുള്ളതെല്ലാം നിങ്ങൾ വളരെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുക, ഇല്ലെങ്കിൽ കൈമോശം വരാനുള്ള സാധ്യത ഈ ഒരു വർഷത്തിൽ പറയുന്നുണ്ട്. അന്യദേശത്തേക്ക് സ്ഥിരതാമസമാക്കിയിട്ടുള്ളവർ തങ്ങളുടെ ജന്മദേശത്തേക്ക് മടങ്ങി വരാൻ സാധ്യത കൂടുതലാണ്. മീനമാസം കടക്കുന്നതോടുകൂടി ജീവിതത്തിൽ എന്തെന്നില്ലാത്ത അഭിവൃദ്ധിയും ഐശ്വര്യവും നിങ്ങളിൽ വർദ്ധിക്കുന്നതാണ്. സാമ്പത്തികമായി നീക്കിയിരിപ്പും തൊഴിലിൽ ഉയർച്ചയും. ഇനി തൊഴിലില്ലാത്തവർക്ക് പുതിയ തൊഴിലുകൾ അല്ലെങ്കിൽ മനസ്സിനിണങ്ങിയ തൊഴിലുകൾ ഒക്കെ തന്നെ ലഭിക്കാൻ ഈ ഒരു കാലയളവിൽ സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നതാണ്. അവിട്ട നക്ഷത്രത്തിലേക്ക് വരുമ്പോൾ നേട്ടങ്ങളും കോട്ടങ്ങളും ഒരുപോലെ അനുഭവപ്പെടുന്ന ഒരു വർഷമായിട്ടാണ് ഈ ഒരു പുതുവർഷത്തെ പറയുന്നത്. നേട്ടങ്ങൾക്ക് തന്നെയാണ് എങ്കിലും കൂടുതൽ പ്രാമുഖ്യം കൈവരുന്നത്. സ്വന്തം കഴിവുകൾ മുഴുവൻ പുറത്തെടുത്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മടിയും അലസതയൊന്നും ഈ ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉപേക്ഷിക്കേണ്ടതാണ്. തൊഴിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഉറപ്പായും സ്ഥിരമായിട്ടുള്ള ഒരു ജോലി, അതിലൂടെ ഒരു സ്ഥിര വരുമാനം വർഷ ആരംഭത്തിൽ തന്നെ ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ വർഷ ആരംഭത്തിൽ തന്നെ നിങ്ങൾക്ക്
വലിയ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. ബിസിനസ്, കച്ചവടം എന്നിവ നടത്തുന്നവർക്ക് വലിയ നേട്ടവും ലാഭവും കൈവന്നു ചേരുന്നതാണ്. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ, വിവാഹം വഴിയുള്ള ബന്ധം തുടങ്ങിയവ കൈവരിക്കും. അതുകൊണ്ട് തന്നെ വിവാഹമൊന്നും ആകാത്തവർക്ക് വിവാഹമൊക്കെ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മുടങ്ങിക്കിടന്നിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും ഗൃഹനിർമ്മാണവും ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. വിദ്യാഭ്യാസപരമായി വളരെ ഉന്നതി കൈവരിക്കുന്ന ഒരു സമയമാണ്. കടം വാങ്ങുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. കടം വാങ്ങേണ്ടിയൊന്നും വരില്ല. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാത്തൊരു സമയമാണ്. എങ്ങാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ദുർവ്യയം കൊണ്ടായിരിക്കും. അതുകൊണ്ട് അനാവശ്യ വസ്തുക്കളിലേക്കൊന്നും ധനം ചിലവഴിക്കാതിരിക്കുക. അതുപോലെ വിനോദയാത്രകളിൽ, ആഘോഷ ചടങ്ങുകളിൽ ഒക്കെ തന്നെ പങ്കെടുക്കാനുള്ള സാഹചര്യവും അവസരവും വന്നു ചേരുന്നതാണ്. ചതയ നക്ഷത്രത്തിലേക്ക് വരുമ്പോൾ ആ ഒരു വർഷാരംഭത്തിൽ തന്നെ ഈശ്വര ചൈതന്യം വർദ്ധിപ്പിക്കേണ്ടുന്ന ഒരു നക്ഷത്രമാണ് ചതയം നക്ഷത്രം. അയ്യപ്പ ക്ഷേത്രവും മഹാവിഷ്ണു ക്ഷേത്രവും തീർച്ചയായും ചിങ്ങമാസത്തിൽ തന്നെ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ദർശനം ചെയ്യുന്നത് വർഷം മുഴുവൻ ആ ഒരു ഐശ്വര്യം ജീവിതത്തിൽ നിലനിൽക്കുന്നതിന് സഹായിക്കും. എല്ലാ കാര്യത്തിലും ആലോചിച്ചും കണ്ടും പ്രവർത്തിച്ചാൽ തീർച്ചയായും അവയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകും. സ്വല്പം അലസതയും മടിയും കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കുന്ന ഒരു മനോഭാവവും വർഷമധ്യത്തോടെ നീങ്ങിപ്പോകും. അപ്പോൾ ഈ പറഞ്ഞ പോരായ്മകൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ വർഷാദ്യം തന്നെ നിങ്ങളത് ഒഴിവാക്കേണ്ടതാണ്. അതിന് മുകളിൽ പറഞ്ഞിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക, നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് വഴിപാടുകൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു മടിയും അലസതയും നീക്കി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുമെങ്കിൽ പല വിജയങ്ങളും വർഷാരംഭത്തിൽ തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ഇല്ല എങ്കിൽ അത് നീണ്ടുപോകുന്നതാണ്. വിദ്യാഭ്യാസത്തിൽ നിന്ന് നേട്ടവും ഉപരിപഠനത്തിന് യോഗ്യതയും നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും. ധാരാളം തീർത്ഥാടന യാത്രകൾക്ക് അവസരങ്ങൾ കൈവരും. ഈശ്വരീയമായ വിശ്വാസങ്ങൾക്കും പൂജ, പ്രാർത്ഥന ഇവയിലും നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിക്കുന്നതാണ്. ഇവ കൊണ്ട് നിങ്ങൾക്ക് നേട്ടവും ഉണ്ടാകുന്നതാണ്. വർഷാരംഭത്തിൽ തന്നെ ജോലിയാകാത്തവർക്ക് അതിനുള്ള അറിയിപ്പുകളും സാധ്യതകളും വഴി തുറന്നു കിട്ടുന്നതാണ്. സമ്പത്ത് വിനിയോഗിക്കുന്ന കാര്യത്തിൽ ഒരു ശ്രദ്ധ നിങ്ങൾ പുലർത്തുക. വർഷാവസാനത്തോടെ വലിയ സാമ്പത്തിക നേട്ടം തന്നെ നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും. പലവിധ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തെ അലങ്കരിക്കാൻ ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കാം. പൂരുട്ടായ നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ചിങ്ങമാസത്തിന്റെ ആരംഭത്തോടു കൂടി തന്നെ ശാസ്താവിന് നീരാഞ്ജനം കൊളുത്തിയാൽ ജന്മശനിയുടെ ഭാഗമായുള്ള മടിയും അലസതയും കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കുന്ന ശീലവും എല്ലാം നീങ്ങിപ്പോകുന്നതാണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ വിരക്തി തോന്നിയാൽ അത് ഉപേക്ഷിച്ച് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാം എന്നൊന്നും ചിന്തിക്കരുത്. ഒരു കാരണവശാലും ഈ ഒരു തൊഴിൽ ഉപേക്ഷിക്കാൻ പാടില്ല. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന മണ്ഡലം ഏത് തന്നെയായിരുന്നാലും അവിടെ തന്നെ തുടരുന്നതാണ് അഭികാമ്യം. ഒരു കാരണവശാലും ധനം കടം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യാതിരിക്കുക. വർഷമധ്യത്തോടുകൂടി വിവാഹകാര്യത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുന്നതാണ്. വർഷം മധ്യം വരുമ്പോഴേക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും ഞെരുക്കവും എല്ലാം നീങ്ങിപ്പോകുന്നതാണ്. വർഷാവസാനത്തോടുകൂടി വലിയ സാമ്പത്തിക നേട്ടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. അതുപോലെ അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതവും ധനവും മറ്റ് സൗഭാഗ്യങ്ങളും വർഷമധ്യത്തോടുകൂടി തന്നെ നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ്. ഉത്രട്ടാതി നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് തീർച്ചയായും ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി കൈവരിക്കുവാൻ സാധിക്കും. പോയ വർഷത്തെക്കാളൊക്കെ കൂടുതൽ സമ്പത്ത് നിങ്ങളിലേക്ക് കൈവന്നു ചേരുന്നതാണ്. വർഷമധ്യം അടുക്കുന്നതോടുകൂടി സാമ്പത്തിക നിലയിൽ വളരെയധികം വർധനവ് ഉണ്ടാകുന്നതാണ്. എന്നാൽ കടം വാങ്ങൽ പോലെയുള്ള സാമ്പത്തിക ഇടപാടുകളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുക. വൈകാരികമായ പ്രതികരണങ്ങളിൽ ശ്രദ്ധ വേണം. ഇല്ലാത്ത പക്ഷം മറ്റുള്ളവരുടെ ശത്രുത നിങ്ങൾക്ക് മേൽ ഏൽക്കാൻ സാധ്യതയുണ്ട്. വർഷാരംഭത്തോടു കൂടി തന്നെ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം, അതുമല്ലെങ്കിൽ ഗൃഹത്തിൽ നീരാഞ്ജനം കൊളുത്തി ശനിദോഷ പരിഹാരം ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുന്നത് വർഷം മുഴുവൻ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നേടിത്തരുന്നതാണ്. സുഹൃത്തുക്കളുടെ സഹായവും സഹകരണവും ജീവിതത്തിൽ പല പ്രയാസങ്ങളെയും അതിജീവിക്കുന്നതിൽ നിങ്ങളെ സഹായിക്കും. മറ്റുള്ളവരുടെ പ്രവൃത്തികൾ പലപ്പോഴും മനസ്സിനെ വിഷമിപ്പിച്ചേക്കാം. തീർത്ഥാടനം പോലെയുള്ള യാത്രകൾക്ക് നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കും. ഉയർച്ചയും നേട്ടവും പുരോഗതിയും എല്ലാം തന്നെ ഈ ഒരു വർഷമധ്യത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായി കൈവരുന്നതാണ്. അവസാനമായി രേവതി നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ സുപ്രധാന ഗ്രഹങ്ങളെല്ലാം വിപരീത സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ വർഷാരംഭം മുതൽ ഈശ്വരീയ മാർഗത്തിൽ പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് ആരംഭിക്കുന്നത് നല്ലതാണ്. അത് വർഷം മുഴുവൻ ഐശ്വര്യവും സമൃദ്ധിയും വിജയവും ജീവിതത്തിലേക്ക് കൈവരുന്നതിന് സഹായകരമായി തീരും. അയ്യപ്പക്ഷേത്രം, മഹാവിഷ്ണു ക്ഷേത്രം, ദേവീക്ഷേത്രം എന്നിവ ചിങ്ങമാസത്തിൽ ഉറപ്പായും നിങ്ങൾ ദർശനം നടത്തുമെങ്കിൽ കാലദോഷമെല്ലാം അകന്നു പോകുന്നതാണ്. വർഷമധ്യത്തോടെ തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് നേട്ടമുണ്ടാകും. നിലവിലെ തൊഴിൽ ഒരു കാരണവശാൽ ഉപേക്ഷിക്കരുത്. അതുപോലെ മടിയും അലസതയും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അത്തരം മടിയും അലസതയും ഒക്കെ മുകളിൽ പറഞ്ഞിട്ടുള്ള വഴിപാടുകൾ ചെയ്താൽ തീർച്ചയായും നീങ്ങുന്നതാണ്. ബോധപൂർവമായ ശ്രമവും വേണം. അലസതയും മടിയും ഉപേക്ഷിച്ച് പ്രവർത്തിക്കുമെങ്കിൽ തീർച്ചയായും വർഷാദ്യത്തോടു കൂടി തന്നെ പല നേട്ടങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും. അതുപോലെ സാമ്പത്തിക കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആർക്കും കടം കൊടുക്കുകയോ കടം വാങ്ങുകയോ ഒന്നും ചെയ്യാതിരിക്കുക. ചിലവുകൾ വർദ്ധിക്കുന്നത് പ്രത്യേകമായിട്ടൊന്ന് തടഞ്ഞു നിർത്തേണ്ടതുണ്ട്. വെറുതെ അനാവശ്യ വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ ഇവയിലേക്കൊന്നും ധനം വിനിയോഗിക്കരുത്. എന്നാൽ വർഷമധ്യം കടക്കുന്നതോട് കൂടിയിട്ട് ജീവിതത്തിൽ
വളരെ വലിയ ഐശ്വര്യവും പുരോഗതിയും നിങ്ങൾക്ക് കൈവരുന്നതാണ്. സാമ്പത്തിക സ്രോതസ്സുകൾ ഇക്കാലയളവിൽ കൂടി വരും. പുതിയ തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വരുമാന മാർഗങ്ങൾ ഉയരുന്നതാണ്. കുടുംബത്തിൽ ആകെ കൂടി സമ്പത്ത് വർദ്ധിക്കുന്നതിനായുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി വരുന്നതാണ്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാർക്ക് ഈ ഒരു കൊല്ലവർഷത്തിലെ പുതുവർഷം എപ്രകാരമായിരിക്കും ഏറെക്കുറെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ഫലങ്ങളൊക്കെ ഉണ്ട് എങ്കിലും പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് അക്ഷീണം പ്രയത്നിക്കുക. ഈശ്വര വിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ അനുഷ്ഠിക്കുക. തീർച്ചയായും ഭഗവാൻ അതിന്മേൽ നിങ്ങൾക്ക് ഫലം നൽകുന്നതാണ്. വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.